കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകളുടെയും അവകാശി സർക്കാർ മാത്രമാണ്. ഒരു വോട്ടവകാശമുള്ള ഒരു പൗരന് ഈ 14 ജില്ലയിലും എവിടെ പോയി വേണമെങ്കിലും സ്ഥലം വാങ്ങാം, വീട് വയ്ക്കാം, വീട് വിൽക്കാം, അങ്ങനെ എന്തിനുമുള്ള അധികാരമുണ്ട്. അധികാരമുണ്ടെന്ന് പറയുന്നത് അവൻ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയ ആ വസ്തുവിലും വീട്ടിലും മാത്രമാണ് അവന് അധികാരം പറയാനുള്ള യോഗ്യത ഉള്ളത്. ഒരു നാട്ടിൽ താമസിക്കുന്നു എന്ന് കരുതി ആ നാട്ടിലെ ഒരു നാട്ടുകാരൻ മാത്രമേ ആവുന്നുള്ളൂ. അല്ലാതെ ആ സംസ്ഥാനം അവൻ്റെ കുടുംബസ്വത്തായി ആരും ഗവൺമെൻറ് ഇന്ന് വരെ അവർക്കായി പതിച്ചു കൊടുത്ത ചരിത്രമില്ല. അതുകൊണ്ട് നമ്മളെ സ്വന്തം പേരിലുള്ള വസ്തുവിലും വീട്ടിലും മാത്രമേ അധികാരം പറയാൻ നമുക്ക് കഴിയൂ. അതും ഗവൺമെൻറ്റിൻ്റെതായ എല്ലാ റൂൾസും പാലിച്ച് കരമൊക്കെ അടച്ച് വേണം സാധാ മനുഷ്യർ നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സ്വന്തം പേരിലുള്ള വസ്തു മാത്രമാണ് നമുക്ക് അധികാരം പറയാൻ യോഗ്യത. അല്ലാതെ സംസ്ഥാനം നിങ്ങളെ കുടുംബസ്വത്തായി ആരും എഴുതി തന്നിട്ടില്ല, അങ്ങനെ എഴുതി തരുമെന്ന് വിചാരിക്കേണ്ട. എല്ലാം ഗവൺമെൻറ്റിൻ്റെ മാത്രമാണ് സ്വന്തം.